ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഉമ്മാൻ്റെ പഠിക്കുന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാൻ 2 വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അതിന് കൂടെ തന്നെ ചെറിയ 2 തക്കാളി എടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിലേക്കുള്ളത്, ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ചെറിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ അത് അനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ കല്ലുപ്പ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതൽ ടേസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. രണ്ടും ഞാനൊരു 1/4 ടീസ്പൂണോളാണ് ചേർത്തിരിക്കുന്നത്. ഇതും കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ടൊന്ന് നമുക്കൊരു കുറച്ച് നേരം ഒരു ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കും വഴുതനങ്ങയുടെ കൂടെ എന്താണ് ഉണക്കച്ചെമ്മീൻ, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് അടച്ച് വെക്കാനായിട്ട്. ഞാനിപ്പോൾ അടച്ച് വെച്ചതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും കൂടുതൽ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ്, ഇപ്പോഴേ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇത് ഇനി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് റെസിപ്പീസുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.